നമസ്കാരം. ക്ലയന്റ് കൺസൾട്ടേഷനും ഹാൻഡ്ലിംഗും സംബന്ധിച്ച സെഷനിലേക്ക് സ്വാഗതം. ഈ സെഷന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് ഇവ ചെയ്യാനാകും. ക്ലയന്റിന്റെ കൺസൾട്ടേഷൻ നടപ്പിൽ വരുത്തുക. നിങ്ങളുടെ ക്ലയന്റിന്റെ ആവശ്യങ്ങളും കൺസേണും കണ്ടെത്തുക. സാധാരണയായി കൺസൾട്ടേഷൻ നിങ്ങളുടെയും ക്ലയന്റിൻ്റെയും സർവീസ് റിസൾട്ടിനായി റിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ സജ്ജമാക്കാനും അനുവദിക്കുന്നു. മുമ്പേ ചെയ്ത ഏതെങ്കിലും കെമിക്കൽ സർവീസസ് അല്ലെങ്കിൽ ഫലത്തെ ബാധിച്ചേക്കാവുന്ന ഏതെങ്കിലും അലർജികൾ എന്നിവ അവലോകനം ചെയ്യാൻ സേവനം ആരംഭിക്കുന്നതിന് മുമ്പായി ഇത് സമയം നീക്കിവെക്കുന്നു. ക്ലയന്റ് കൺസൾട്ടേഷൻ മാസ്റ്റർ ചെയ്യുന്നതിന് പിന്തുടരേണ്ട ഘട്ടങ്ങൾ നോക്കാം. സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഒരു ക്ലയന്റിനെ അഭിവാദ്യം ചെയ്യുമ്പോൾ വാമും സ്വാഗതാർഹവുമായ അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കേണ്ടത് പ്രധാനമാണ്. ഒരു ക്ലയന്റിനെ അഭിവാദ്യം ചെയ്യുന്നതിനുള്ള ചില നിർദ്ദേശങ്ങൾ ഇതാ. ഒരു സൗഹൃദ ബന്ധം സ്ഥാപിക്കുന്നതിനും അവരെ സഹായിക്കാൻ നിങ്ങൾ തയ്യാറാണെന്ന് കാണിക്കുന്നതിനും ഒരു ജെനുവിൻ സ്മൈലോടെയും ഐ കോണ്ടാക്റ്റിലൂടെയും ക്ലയന്റിനെ അഭിവാദ്യം ചെയ്യുക. നിങ്ങളെയും സലൂണിലെ നിങ്ങളുടെ റോളിനെയും പരിചയപ്പെടുത്തിക്കൊണ്ട് ആരംഭിക്കുക. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ക്ലയന്റിനെ വാമായി സ്വാഗതം ചെയ്യുക. ഇന്ന് നിങ്ങൾ ഇവിടെ സന്ദർശിച്ചതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രൂപം നേടാൻ ഞങ്ങൾ നിങ്ങളെ എങ്ങനെയാണ് സഹായിക്കേണ്ടത്? നിങ്ങൾക്ക് ക്ലയന്റിന്റെ പേര് അറിയുമെങ്കിൽ ആശയവിനിമയം വ്യക്തിഗതമാക്കുന്നതിന് ആശംസകൾക്കിടെ അത് ഉപയോഗിക്കുക. ക്ലയന്റിന് വെള്ളം, ടീ, കോഫി അല്ലെങ്കിൽ ലഭ്യമായ മറ്റ് ഓപ്ഷനുകൾ എന്നിവ വാഗ്ദാനം ചെയ്യുക. ഈ ഗസ്റ്റേഴ്സ് അവരുടെ കംഫർട്ട് കൂട്ടുകയും വാല്യൂഡായി ഫീൽ ചെയ്യുകയും ചെയ്യും. ക്ലയന്റിന് പുതിയതോ ലഭ്യമായ സേവനങ്ങളെക്കുറിച്ചോ ഉറപ്പില്ലെങ്കിൽ സലൂൺ ഓഫേഴ്സ് ചെയ്യുന്നതിൻ്റെ ഒരു ഹ്രസ്വ അവലോകനം നൽകുക. അവർക്ക് താൽപ്പര്യമുള്ള ഏതെങ്കിലും പ്രധാന സവിശേഷതകളോ കറന്റ് പ്രമോഷനുകളോ ഹൈലൈറ്റ് ചെയ്യുക. സ്വാഗതം ചെയ്തതിനു ശേഷം ക്ലയൻസിന് സർവീസിന് മുൻഗണനകൾ നിർണ്ണയിക്കുക. ക്ലയന്റിന്റെ ആവശ്യങ്ങൾ വിലയിരുത്തുകയും ഏതെങ്കിലും മുൻ സേവനങ്ങൾക്ക് ശേഷം മതിയായ സമയം കഴിഞ്ഞോ എന്ന് നിർണ്ണയിക്കുന്നതിനായി മുൻപേ നടത്തിയ കെമിക്കൽ സർവീസ് ഹിസ്റ്ററി വിലയിരുത്തുകയും ചെയ്യുക. കെമിക്കൽ റിലാക്സേഴ്സ് സ്വീകരിക്കുന്ന ക്ലയൻറ്റ്സ് കെമിക്കൽ ഹെയർ കളർ സർവീസുകൾക്കിടയിൽ 2 ആഴ്ച കാത്തിരിക്കുകയും ഇനീഷ്യൽ റിലാക്സറിന് ശേഷവും ഏതെങ്കിലും കെമിക്കൽ ഹെയർ സർവീസിന് മുമ്പും ബേസിക് ഷാംപൂവും കണ്ടീഷണറിങ്ങും സ്വീകരിക്കുകയും വേണം. പ്രവർത്തിക്കേണ്ട സ്ഥലത്ത് ഇൻഫ്ലൈംഡ്, ഇൻഫെക്റ്റഡ്, ബ്രോക്കൺ, റേസഡ് അല്ലെങ്കിൽ സ്വോളൻ സ്കിൻ അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ട സ്ഥലത്ത് തുറന്ന മുറിവോ വ്രണമോ, ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഉപദ്രവം, അതായത് സുരക്ഷിതമായ സേവനത്തെ ബാധിക്കുന്ന പെയിൻ ഇല്ലെന്ന് ഉറപ്പുവരുത്താൻ മുടിയെയും സ്കാൽപ്സിനെയും കൈകൊണ്ട് അനാലിസിസ് ചെയ്ത് ക്ലയൻസിൻ്റെ സ്കാൽപ്സ് വിലയിരുത്തുക. സർവീസിനായി ഏത് റിലാക്സർ ഉപയോഗിക്കണമെന്നും ഉചിതമായ സബ്സെക്ഷൻ സൈസും നിർണ്ണയിക്കാൻ ക്ലയൻസിൻ്റെ സ്കാൽപ്സിലെ സെൻസിറ്റിവിറ്റിയും ഹെയർസിൻ്റെ ടെക്സ്ചർ, ഡെൻസിറ്റി, വേവ് പാറ്റേൺ, porosity ആൻഡ് ഇലാസ്റ്റിസിറ്റി എന്നിവയും അനാലിസിസ് ചെയ്യുക. ആവശ്യമായ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സർവീസ് ഓപ്ഷനുകൾ ശുപാർശ ചെയ്യുക. സർവീസിനു ശേഷം ആവശ്യമായ അറ്റകുറ്റപ്പണികൾ ചർച്ച ചെയ്യുക. കൺസൾട്ടേഷൻ അവലോകനം ചെയ്ത് ക്ലയന്റ് ഏതെങ്കിലും കോൺട്രാഡിക്ഷൻസിൽ നിന്ന് മുക്തനാണെങ്കിൽ മുന്നോട്ട് പോവുക. സാധാരണ മുടി പ്രശ്നങ്ങളുമായി നിങ്ങളെ സമീപിക്കുന്ന ക്ലയൻസിനെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് നോക്കാം. നിങ്ങളുടെ ക്ലയൻസിനെ അഭിവാദ്യം ചെയ്യുമ്പോൾ അവരുമായി ഷെയ്ക്ക് ഹാൻഡ്സ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ മുടി സ്പർശിക്കുക. കാരണം ടച്ചിങ് ചെയ്യുന്നത് ക്ലയൻസുമായി ഒരു തൽക്ഷണ പോസിറ്റീവ് ബന്ധം സൃഷ്ടിക്കും. നിങ്ങളുടെ കസേരയുടെ പൊസിഷൻ ക്ലയൻറ്റിൻ്റെ ഐ ലെവലിനേക്കാൾ താഴെയായി സൂക്ഷിക്കുക. ഇത് അവരെ കംഫർട്ടബിൾ ആക്കാൻ പ്രധാനമാണ്.
മാത്രമല്ല അവർക്ക് അധൈര്യം തോന്നുകയും ചെയ്യരുത്. ക്ലയൻറ്റിനോട് അവൻ അല്ലെങ്കിൽ അവൾ അവരുടെ ഹെയറിൽ അവർ ഇഷ്ടപ്പെടുന്നത് എന്താണ് എന്ന് ചോദിച്ചറിയുക. മേക്കപ്പ് എൻക്വയറിക്കായി ക്ലയൻറ്റിനെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് നോക്കാം. മേക്കപ്പ് കൺസൾട്ടേഷൻ എന്നത് നിങ്ങളുടെ ക്ലയൻറ്റിനെക്കുറിച്ച് അറിയാനും അവരെ സന്തോഷിപ്പിക്കുന്ന ഒരു രൂപം കണ്ടെത്താനുമുള്ള സമയമാണ്. കൺസൾട്ടേഷൻ സമയത്ത് നിങ്ങളുടെ ക്ലയൻറ്റിന് ഏറ്റവും സ്യൂട്ടായ ഒരു രൂപം സൃഷ്ടിക്കാൻ നിങ്ങളെ അനുവദിക്കുന്നതിന് ആദ്യം തന്നെ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ചോദ്യങ്ങളുടെ ഒരു പരമ്പരയിൽ നിന്ന് ആരംഭിക്കുക. ചില ചോദ്യങ്ങൾ ഇതായിരിക്കാം: നിങ്ങൾ ഏത് ഇവൻറ്റിലാണ് അറ്റൻഡ് ചെയ്യുന്നത്? ഇവൻറ്റിനായി നിങ്ങൾ എന്താണ് വെയർ ചെയ്യുക? നിങ്ങളുടെ സ്കിൻ കെയർ റൂട്ടീൻ എന്താണ്? നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും പ്രത്യേക മേഖലയുണ്ടോ? അതോ സബ്റ്റിലായി സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന മേഖലയുണ്ടോ? അത്തരം ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷം ക്ലയൻറ്റ് ഒരു മുൻഗണന പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് ലുക്കുകൾ പരീക്ഷിക്കാൻ താൽപ്പര്യം കാണിക്കുന്നുവെങ്കിൽ പ്രവർത്തനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകുക. അവരുടെ സ്കിന്നിന് ഗ്രേറ്റായി തോന്നുന്നത് എന്താണെന്ന് കണ്ടെത്താൻ കുറച്ച് സമയമെടുക്കാൻ നിങ്ങൾ തയ്യാറാണെന്ന് അവരോട് പറയുക. മേക്കപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് ക്ലയൻറ്റിൻ്റെ സ്കിൻ ടൈപ്പ് ടോൺ, ഏതെങ്കിലും പ്രത്യേക സ്പെസിഫിക് സ്കിൻ അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റീസ് എന്നിവ വിലയിരുത്തുക. അവരുടെ മേക്കപ്പ് ആപ്ലിക്കേഷൻസിനായി ഉചിതമായ പ്രോഡക്ട്സുകളും ടെക്നിക്സുകളും തിരഞ്ഞെടുക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. ക്ലയൻസിൻ്റെ സവിശേഷതകളും ആഗ്രഹിക്കുന്ന രൂപവും പൂർത്തീകരിക്കുന്ന മേക്കപ്പ് ഓപ്ഷനുകളും ശൈലികളും ചർച്ച ചെയ്യുക. അവരുടെ ഫേഷ്യൽ സ്ട്രക്ചർ, സ്കിൻ ടോൺ, ഒക്കേഷൻ എന്നിവയെ അടിസ്ഥാനമാക്കി പ്രൊഫഷണലായ ശുപാർശകൾ നൽകുക. സർവീസുകൾ തിരഞ്ഞെടുത്തതിന് ക്ലയൻസിനോട് നന്ദി പറയുകയും അവരുടെ ഫീഡ്ബാക്ക് ആവശ്യപ്പെടുകയും ചെയ്യുക. ഏത് ആശങ്കകളും പരിഹരിക്കാനും അവരുടെ സംതൃപ്തി ഉറപ്പാക്കുന്നതിനുമുള്ള അവസരമാണിത്. ഹൈജീൻ സ്റ്റാൻഡേർഡ് നിലനിർത്തുന്നതിന് ഓരോ ക്ലയൻസിന് ശേഷവും മേക്കപ്പ് ടൂൾസും വർക്ക് സ്പേസും ക്ലീനാക്കി സാനിറ്റൈസ് ചെയ്യുക. വിജയകരമായ മേക്കപ്പ് കൺസൾട്ടേഷനു വേണ്ടി നിങ്ങൾക്ക് പിന്തുടരാവുന്ന ചില ടിപ്സുകൾ ഇതാ. നിങ്ങൾ പുതിയ കളേഴ്സും ടെക്നിക്സും പരീക്ഷിക്കുമ്പോൾ നിങ്ങളോട് പൂർണ്ണമായും തുറന്ന സമീപനം കാണിക്കാൻ നിങ്ങളുടെ ക്ലയൻസിനെ ഓർമ്മിപ്പിക്കുക. നിങ്ങൾ അവരുടെ ഫീഡ്ബാക്ക് പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും അവരുടെ സത്യസന്ധമായ റിവ്യൂ നിങ്ങളുടെ ഫീലിംഗ്സിനെ ഹേർട്ട് ചെയ്യില്ലെന്നും വിശദീകരിക്കുക. നിങ്ങൾ ഫൈനൽ ലുക്ക് പൂർത്തിയാക്കുമ്പോൾ എന്താണ് ചെയ്തത് എന്നതിൻ്റെ ഒരു ജനറൽ ഐഡിയ അവർക്ക് നൽകുക. എ ഗുഡ് ആറ്റിറ്റ്യൂഡ് പകർച്ചവ്യാധി പോലെയാണ്. പ്രകൃതിയിലുടനീളം നിങ്ങളുടെ കോൺഫിഡൻസും ആവേശവും പ്രകടിപ്പിക്കുന്നത് നിങ്ങളുടെ ക്ലയൻസിനെ അനായാസം നിലനിർത്തുന്നു. ചാർജുകൾ മുൻകൂട്ടി നിശ്ചയിക്കുക. അതിനാൽ പിന്നീട് ഫീസിനെക്കുറിച്ച് ആശ്ചര്യങ്ങളൊന്നും ഉണ്ടാകില്ല. നിങ്ങൾ ഇവൻറ്റിലേക്ക് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ട്രാവൽ എക്സ്പെൻസസ് ഫീസിൽ ഉൾപ്പെടുത്തുക. ഇവൻറ്റ് ഡേറ്റുകളും ലൊക്കേഷനും ഡബിൾ ചെക്ക് ചെയ്യുക. ഇവൻറ്റ് ദിവസം നിങ്ങൾക്ക് മതിയായ സമയം നൽകുക. ചർച്ച ചെയ്ത പ്രധാന പോയിന്റുകൾ നമുക്ക് പുനർവിചിന്തനം ചെയ്യാം. നിങ്ങളെയും നിങ്ങളുടെ റോളിനെയും പരിചയപ്പെടുത്തി ഒരു ജെനുയിൻ സ്മൈലോടെ ക്ലയൻറ്റിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് വാമും സ്വാഗതാർഹവുമായ അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കുക. ഹെയർ പ്രോബ്ലത്തിന് ക്ലയൻറ്റിൻ്റെ പ്രിഫറൻസ് ചോദിക്കുകയും സേവനത്തിനാവശ്യമായ ആനുകൂല്യങ്ങളും സമയവും വിശദീകരിക്കുകയും ചെയ്യുക. മേക്കപ്പിനായി ക്ലയൻറ്റിൻ്റെ മുൻഗണന ചോദിക്കുകയും അവരുടെ ചർമ്മത്തിന് അനുയോജ്യമായത് എന്താണെന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുക. ഇതോടെ നമ്മൾ ഇന്നത്തെ സെഷന്റെ അവസാനത്തിലേക്ക് എത്തിച്ചേർന്നു. ക്ലയൻറ്റ് കൺസൾട്ടേഷനെ കുറിച്ചും ഹാൻഡിലിംഗ് ചെയ്യുന്നതിനെക്കുറിച്ചും നിങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടായിരിക്കുമെന്ന് കരുതുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.